സിനിമ ഹച്ചിരിമ തിടുക്കത്തിൽ അരങ്ങത്തൊന്നുദിച്ചിടണ്ടേ ഒരു വരമത്തു സിനിമ സിനിമ തുടക്കത്തിൽ എടുത്തിട്ടൊന്നുരച്ചിടണ്ടേ ഓ ദൂരെ ദൂരെ ചിരിമ ദൂരത്തല്ലോ താരം ചാരത്തുണ്ടല്ലോ അമ്മേലെ കുട്ടി ചാടിക്കേറാം താരക്കൂട്ടത്തിൽ നീയും കേറിക്കൂടണ്ടേ അമ്മാനെ തേടി പാറിപ്പോകണ്ടേ സിനിമ മാച്ചിരിമ സിനിമ മാച്ചിരിമ നിന്നെ സിനിമയിലെടുത്തടാ. സിനിമ ഹച്ചിരിമ ഭീമാ സിനിമ ചിരിമ. എല്ലാവർക്കും ഭീമ സിനിമ ചിരുമയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാട്. താരപരിവേശമില്ലാതെ ഒരു സാധാരണ മിമിക്രിക്കാരനായി മലയാളികളുടെ പ്രിയ താരം പത്മശ്രീ ജയറാം ഇതാ വീണ്ടും ഭീമ സിനിമ ചിരുമയിൽ. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാട്. Are you an Oscar award winner? ലോകം തരുന്ന ഏറ്റവും വലിയ റിവാർഡ് നിങ്ങൾ ഇങ്ങനെയാണോ കൊണ്ടുവിടുന്നത്? എന്റെ പേരെന്താ? എന്റെ പേര് സുരേഷ്. ചേട്ടന്റെ പേരെന്താ? വിനോദ് കെടാമംഗലം. വിനോദ് കെടാമംഗലം കൂറ്റനാട് വിജയൻ, കലാഭവൻ ജോഷി. അറിയുന്ന ആരുമില്ലേ? ഒരു അവാർഡ് എടുക്കട്ടെ. ഭീമാ സിനിമ ചിരിമ. വീണ്ടും ഒരു മനോഹരമായ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എഗെയിൻ ഞങ്ങളുടെ ടീം ക്യാപ്റ്റനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സിദ്ദിഖ് സർ. നമുക്ക് ഈ വേദിയിലേക്ക് ഇന്നും നമ്മുടെ പ്രിയങ്കരനായ മിമിക്രി കലാകാരൻ കം സിനിമ ആക്ടർ പിഷാരടിയെ വേദിയിലേക്ക് ക്ഷണിക്കാം. ചിലർക്ക് ആർട്ടിസ്റ്റുകളോട് എങ്ങനെ പെരുമാറണം, എന്ത് പെരുമാറണമെന്നൊന്നും ടെൻഷൻ കാരണമൊന്നും ഒരു രക്ഷയുണ്ടാവില്ല. നല്ല നല്ല ഒരുപാട് ആർട്ടിസ്റ്റുകൾ പലപ്പോഴും ചില സ്റ്റേജുകളിൽ കയറി കഴിയുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ പോകുന്നതിന്റെ കാരണം, അല്ലെങ്കിൽ പല നല്ല അഭിനയം ആഗ്രഹിച്ച് ചാൻസ് കിട്ടുന്നതിന്റെ ഫസ്റ്റ് ഷോട്ട് കൈവിട്ട് പോകുന്നത് ഈ ഇതെല്ലാം കൂടെ വരുമ്പോൾ ഒരു വലിയ ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റുകളുടെ ഇടയിലേക്കാണ് ഇയാൾ ചെല്ലുന്നത്. അതിന്റെ ഒരു പകപ്പുണ്ടാവും. ഇപ്പൊ ശിവാജി ഗണേശന്റെ അടുത്ത് ഫസ്റ്റ് ഒരാൾ അഭിനയിക്കാൻ പോയത് എനിക്ക് കുഞ്ചൻ പറഞ്ഞ് കേട്ടിട്ടില്ല, നടന്ന സംഭവമാണ്. അതായത് ശിവാജി ഗണേശൻ സൂപ്പർ സ്റ്റാറായിട്ട് കത്തി നിൽക്കുന്ന കാലഘട്ടത്ത് ചെറിയൊരു വേഷമേ പുള്ളിക്ക് സാർ പോസ്റ്റ് എന്ന് പറയണം. കുഞ്ചേട്ടൻ്റെ ഫ്രണ്ടാണത്. കുഞ്ചേട്ടൻ്റെ ഫ്രണ്ടിനാണ് കിട്ടിയത് സാർ പോസ്റ്റ്. അത് അഭിനയിക്കാൻ വേണ്ടി വന്നു. ശിവാജിയുടെ കൂടെയാണ് അഭിനയിക്കുന്നത്. ഇപ്പോൾ കാലത്ത് സെറ്റിൽ വന്നു. ശിവാജി 10 മണിക്ക് വരും, പുള്ളി 8 മണിക്ക് എത്തി. ഓരോരുത്തരായിട്ട് വന്ന് ഡയലോഗെല്ലാം തിരിയില്ലേ, സാറ് കൂടെ നടിക്ക് പോരേ ചൊല്ലേ, സാർ പോസ്റ്റ് ഓക്കെ നല്ല വെച്ചുക മതി, ഓൾ ദ ബെസ്റ്റ്. അങ്ങനെ ഒരാൾ പോയി, അടുത്ത ആൾ വന്നു, ഏയ് ശിവാജി സാർ കൂടെ നടിക്ക് പോരേ ചൊല്ലി, ഡയലോഗ് ചൊല്ലേ, സാർ പോസ്റ്റ് കറക്റ്റായി ചൊല്ലണം. അവർ കേൾക്കുമ്പോൾ അപ്പടിയെ ചൊല്ലണം. അങ്ങനെ പറഞ്ഞ് പുള്ളി കുറച്ചായിട്ട് നെർവസ് തുടങ്ങി. അടുത്ത ആൾ വന്നു, ഏയ് ടെൻഷൻ ആയതില്ലേ, ഏയ് കാഫി കൊടുപ്പാ നമ്പിക്ക്, ഡയലോഗ് ചൊല്ലേ, സാർ പോസ്റ്റ്. இப்படி ரொம்ப இதா சொல்லாதே, அவர் ரொம்ப பவ்யமா சொல்லியா, சார் போஸ்ட் அவ்வளவு இல்ல, கொஞ்சம் ஏத்தி சொல்லு, சார் போஸ்ட் அந்த தைரியமா சொல்லு, தண்ணி கிணியതാ വേണമാ വേണ്ട. അങ്ങനെ പറഞ്ഞ് 8:30 ആയപ്പോഴത്തേക്കും പാവം വേർക്കാൻ തുടങ്ങി സ്റ്റുഡിയോക്കകത്ത്. 9 ആയി. ഓരോരുത്തർ വന്ന് என்ன டல்லா இருக்கிற மாதிரி இருக்குது, ஏய் சீரப்பாரு சொல்லு சார் போஸ்ட் சொல்லு, சார் போஸ்ட் என்ன இப்படி சொம்ப சோம்பேறி மாதிரி இருக்க, நல்லா சொல்லியா, சார் போஸ்ட் அப்படி வரட்டும், சார் போஸ்ட் ரிப்பீட் பண்ணிட்டு, சார் போஸ்ட் அவர் கூட ஏதாவது தப்பு வந்துற போடு, സാർ പോസ്റ്റ് റെഡി. അങ്ങനെ ഏകദേശം ഒരു 9-9:30 ആയപ്പോഴത്തേക്കും പാവത്തിന്റെ പകുതി ഗ്യാസ് പോയി. ഓരോരുത്തർ വന്ന് പറഞ്ഞു അപ്പത്തേക്ക് അവിടെ ശബ്ദം കേൾക്കട്ടെ, ശിവാജി സാർ വന്നാ ചെയ്യാ, റെഡി அந்த ஷாட் வச்சிருக்கல, டயலாக் சொல்லுற வாட்டி, சார் போஸ்ட் நல்லா சொல்லியா, சார் போஸ்ட் அப்படி இல்ல, நல்லா சார் போஸ்ட் ரெடி. அவர் வந்து முன்னாடி கேட்பாரு, ஓகே ரெடி சார் ரெடி. சிவாஜி வித் மீசே கேட்டு ஃபுல் யாரு இவனா நடிக்க போறேன், என்ன உன் பேரு എന്നൊക്കെ പറഞ്ഞിട്ട് 2 തട്ടൊക്കെ തട്ടി എടുക്കലാമേ ആക്ഷൻ എന്ന് പറഞ്ഞ വഴിക്ക് പാവം ശിവാജി വന്നിട്ട് പേടിയും അതെല്ലാം കൂടിയിട്ട് സാർ ഫുൾ കംപ്ലീറ്റ് ഗ്യാസ് പോയി. 2 മണിക്കൂർ കൊണ്ട് പേടിപ്പിച്ച് ഞങ്ങൾ വേറൊരു ചാനലിൽ ഒരു വലിയ റംസാൻ പരിപാടിക്ക് ഈ കുറേ മിമിക്രി ആർട്ടിസ്റ്റുകളെല്ലാം കൂടെ പോയി ഒരു പരിപാടിക്ക് പോയി.
ഇവന്റെ വായിന്ന് ഒച്ച വരാത്തോണ്ട് എന്റെ ക്ലൈമാക്സ് ഒറിജിനൽ ആള് കേട്ടിട്ടില്ല. എനിക്കറിയാം മമ്മൂക്കല്ലേ. അപ്പോ ഈ പരിപാടി കേട്ട് ഇവനോട് CD ഇടാൻ കൊടുത്തു വിട്ടു. സ്കിറ്റിന്റെ CD പുറത്ത് ഇടാൻ കൊടുത്തു. മിമിക്രി ആർട്ടിസ്റ്റ് ആണ് ഇവൻ. ഈ CD പുറത്താണല്ലോ മിക്സറൊക്കെ വെച്ച് സൗണ്ട് എഞ്ചിനീയർ ഇരിക്കുന്നത്. ഇവൻ ഈ CD ആയിട്ട് ആ മിക്സറിന് കൊടുത്തിട്ട് ഈ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയ സെറ്റ് ഇട്ടിട്ടുണ്ട്. ഇവൻ ആ സെറ്റിൽ കയറി വെറുതെ ഇരിക്കുക. ഷോ തുടങ്ങാൻ ഒരു അരമണിക്കൂറിനോട് ബാക്കിയിട്ട് ഇന്ന ആള് വരും ഇന്ന പാട്ട് വെക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പം ഒരു കാരണവശാലും മമ്മൂട്ടി തൊട്ടടുത്ത് വന്നിരിക്കുന്ന പുള്ളി വിചാരിച്ചിട്ടില്ല. പുള്ളി കണ്ടിട്ട് പോലില്ല. മമ്മൂക്ക വേറെ അവിടെ എന്തോ വന്നിട്ട് ഇതെന്താണ് പരിപാടി, എത്ര മണിക്ക് തീരുത്, എത്ര മണിക്ക് തുടങ്ങും, ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിട്ട് മൊത്തം. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരോട് ചോദിച്ചാലേ കാര്യങ്ങൾ അറിയാൻ പറ്റും. അതല്ലേ? അതെ, മമ്മൂക്ക വന്ന് സാക്ഷാൽ മമ്മൂക്ക വന്ന് ഞാൻ മമ്മൂക്ക. അപ്പൊ ഇവൻ അവിടെ CD ഒക്കെ ഇട്ടെടുത്തോണ്ടിരിക്കുക കേട്ടോ. ആ ജയന്റെ ഡ്യൂപ്പ് വരുമ്പം ഉല്ലാസപുത്രിയിൽ നിന്നുള്ള പാട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. കേട്ടാ ആ എത്ര മണിക്കാണ് പരിപാടി? എത്ര മണിക്കാണ് ഈ പരിപാടി? 6 മണിക്ക് തുടങ്ങും. 6 മണിക്ക് തുടങ്ങും. ഇവരെന്താണ് 6 മണിക്ക് തുടങ്ങുന്ന ഒരു മനുഷ്യൻ കാണുന്നില്ല ഇവിടെ. ആരൊക്കെയാണ് പരിപാടി? വിനോദ് കടാമംഗലം, കൂറ്റനാട് വിജയൻ, കലാഭവൻ ജോഷി, അറിയുന്ന ആരുമില്ല, രാജേഷ്. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്ന ആൾക്കാരാണ് വിളിച്ചുകൊണ്ട് സ്റ്റേജിൽ കയറ്റുന്നത്. നമ്മുടെ പരിപാടി എത്ര മണിക്കാണെന്നറിയോ? 6:30 തുടങ്ങും. 6:30 കൂടെ നമ്മളിപ്പോൾ വിളിക്കുന്ന പണ്ടാരങ്ങാൻ ആർക്കറിയാം. എന്തൊക്കെയാണ് പരിപാടി? വേറെ ആരൊക്കെയുണ്ട്? താനാരാ? ആർട്ടിസ്റ്റാ. താൻ ആർട്ടിസ്റ്റാണോ? തന്റെ പേരെന്താ? എന്റെ പേര് സുരേഷ്. ചേട്ടന്റെ പേരെന്താ? ടെൻഷനിലേ. പക്ഷെ ഇത് ഈ ചോദ്യം മമ്മൂക്ക് കേട്ടില്ല. ഇവൻ ഒച്ചൊന്നും വന്നില്ല. ചോദിച്ചിട്ട് ഇവൻ ഓടി തിരിച്ചു വന്നിട്ട് അയ്യോ ഞാനിങ്ങനെ ചോദിച്ചു പോയി, ഞാനെന്ത് ചെയ്യുന്നു പറഞ്ഞ്. നമുക്ക് ശരിക്കും നമുക്ക് ചിരിച്ചു പോയിട്ടുണ്ടാവും. ഇല്ല, കേട്ടിട്ടില്ല. ഇന്ന് ഇതിന്റെ ടെലികാസ്റ്റ് കണ്ട് അറിഞ്ഞെങ്കിലേ ഉള്ളൂ. കാരണം ഇവന്റെ ഒച്ചയൊന്നും വന്നില്ല ചോദിച്ചിട്ട്. നമുക്ക് ഇങ്ങനെ ഇതുണ്ടല്ല, ചിരിക്കുമ്പോ കണ്ടിട്ടില്ലേ ഈ അറിഞ്ഞ നല്ല തമാശ വരികയാണെങ്കിൽ ചിരിക്കുന്നത്. അത് ചിലപ്പോ ഇവരൊന്നും അധികം കണ്ടുകളില്ല. അങ്ങനത്തെ ചിരി കണ്ടിട്ടില്ലേ? നമുക്ക് ഹ്യൂമർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നതാണ്. ഇതൊക്കെ ശരിക്കും മമ്മൂക്കയോടുള്ള ആരാധനയാണ് അല്ലേ? മമ്മൂക്കയോട് ലാലിനോടുള്ള ആരാധനയുള്ള ആളുകളുണ്ട്. അടുത്ത് വരുമ്പോഴേക്കും നാക്കിറങ്ങിപ്പോകും, ഉയർത്ത് അങ്ങനെ സംഭവിക്കും. ഇപ്പൊ മമ്മൂക്കയുടെയും ലാലിൻ്റെയും ഫാൻസ് അസോസിയേഷന്റെ ഒരു പ്രതിനിധിയായിട്ട് ഡാൻസർ തമ്പി നടന്ന ഒരു കഥയുണ്ട്. അറിയാം. വിസിറ്റിംഗ് കാർഡിൽ മമ്മൂക്കയുടെ ലാലേട്ടന്റെ പടമുള്ളൂ, പുള്ളിയുടെ പടം ഇല്ല. വഴിക്കിടന്ന് ഇട്ട് മമ്മൂക്കയുടെ വിസിറ്റിംഗ് കാർഡാന്ന് തോന്നുന്നു. തമ്പിച്ചേട്ടന്റെ വിസിറ്റിംഗ് കാർഡാ. അതൊരു കഥയുണ്ട്. മാണിസിക്കാപ്പന്റെ അല്ലേ, നമ്മുടെ മാണിസിക്കാപ്പൻ എന്നുള്ള നിർമ്മാതാവും സംവിധായകനും എല്ലായിട്ടുള്ള മാണിസിക്കാപ്പൻ എന്താ വെച്ചാല് കാപ്പൻ സാറിന് ഈ രാഷ്ട്രീയക്കാരുമായിട്ടൊക്കെ ഒരുപാട് പാർട്ടി എന്നില്ല, എല്ലാ പാർട്ടിയിലുള്ള ആളുകളുമായിട്ടൊക്കെ ഒരുപാട് അടുപ്പമുള്ളതുകൊണ്ടും ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളുള്ള ഒരാളാണ് കാപ്പൻ സാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയ്ക്കകത്ത് വരുമ്പോഴും ഇപ്പോൾ കാപ്പൻ സാർ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കാപ്പൻ സാർ നിർമ്മിക്കുന്ന ഒരു സിനിമയിലായാലും ഏറ്റവും ചുരുങ്ങിയത് ഒരു 25-30 അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ടാവും. കാരണം ഓരോ പാർട്ടിയുടെ ആൾക്കാർ കൊടുത്തുവിടുന്ന കത്ത്, ഈ വരുന്ന ആൾ നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തകനാണ്, സജീവ പ്രവർത്തകനാണ്, എന്തെങ്കിലും ജോലിയില്ല, എന്തെങ്കിലും സിനിമയിൽ വേണമെന്ന് പറയുമ്പോഴത്തേക്ക് നേരെ സെറ്റിലേക്ക് അയക്കും. അപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വെച്ചേക്കും. അങ്ങനെ ഒരുപാട് അസിസ്റ്റന്റ് ഡയറക്ടർ കാപ്പൻ സാറിൻ്റെ പടത്തിലുണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ കാപ്പൻ സാർ നടത്തുന്ന ഓരോ ഫംഗ്ഷനുകളൊക്കെ ആണെങ്കിലും അതിന് രാഷ്ട്രീയ വലിയ പ്രമുഖരായിട്ടുള്ള ആൾക്കാർ വരും, നോർത്ത് ഇന്ത്യയിൽ വരും. അപ്പോൾ മാന്നാർ മത്തായി സ്പീക്കിങ്ങും കുസൃതിക്കാറ്റ് എന്നുള്ള സിനിമയുടെ 2 സിനിമയുടെ ഫംഗ്ഷൻ കാപ്പൻ സാർ ഒരുമിച്ചാണ് നടത്തിയത്, ഇവരുടെ പടമെല്ലാം. അപ്പോൾ അന്ന് ലാലുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അന്ന് വന്നത് അർജുൻ സിംഗ്, ND തിവാരി, അങ്ങനെ ഇവിടമായിട്ട് ബന്ധമില്ലാത്ത നോർത്തിലുള്ള വലിയ വലിയ ആൾക്കാരാണ് വന്നത്. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ലീഡേഴ്സാണ് വന്നത്. പാർട്ടിയുടെ ലീഡേഴ്സ്. ആ കൂട്ടത്തില് നമ്മുടെ ഗോവൻ മുഖ്യമന്ത്രിയും വന്നു, ഡിസൂസ. അപ്പൊ ഈ കുസൃതിക്കാറ്റില് ജയറാമുണ്ട്, പിന്നെ അമ്പിളിച്ചേട്ടനുണ്ട്, ഇവരൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാരും കൂടിയാണ് ഈ ഫംഗ്ഷന് പോയിരിക്കുന്നത്. അപ്പൊ മറ്റുള്ളവരൊക്കെ വന്നിട്ട് പോയി. ഉച്ചയ്ക്ക് ശേഷം പ്രധാനമായിട്ട് വന്നിട്ടുള്ളത് ഈ ഗോവൻ മുഖ്യമന്ത്രിയാണ്. അപ്പൊ ഗോവൻ മുഖ്യമന്ത്രി കേരളത്തിലേക്ക് വന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് കാപ്പൻ സാർ കൂടെ ഉണ്ട്, ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പൊ ഈ ഡാൻസർ തമ്പി മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെയും ഫാൻസ് അസോസിയേഷൻ്റെ ആളാണ്. അപ്പോൾ ഇവരുടെ 2 പേരുടെയും എന്തോ ഒരു മൊമെന്റോ പുള്ളി കയ്യിൽ കരുതിയിട്ടുണ്ട്, പൊതിഞ്ഞ് കഷത്തിൽ വെച്ചിട്ടുണ്ട്. ഈ ഗോവൻ മുഖ്യമന്ത്രിയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം, അദ്ദേഹത്തിന് മൊമെന്റോയും കൊടുക്കണം. മമ്മൂട്ടി മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ്റെ ആളാണെന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ എടുക്കണം. ഇത്ര മാത്രമേ ആഗ്രഹമുള്ളൂ. അപ്പോൾ എയർപോർട്ട് മുതൽ ചോദിക്കുമ്പോൾ കാപ്പൻ സാർ ഇങ്ങനെ മിണ്ടാതിരിക്കണോ, ഇപ്പോഴാണോ അതിന് സമയം, ഒരുപാട് ഇതില്ലോ. അപ്പം അങ്ങനെ പുള്ളി വരുന്നു, ഈ സിനിമയുടെ 1-2 കാര്യങ്ങൾക്ക് വരുന്നു, ഫംഗ്ഷൻ വരുന്നു, അവിടെയൊക്കെ പുള്ളി കയറാൻ നോക്കി. അപ്പോഴൊക്കെ പറ്റില്ല, തമ്പി മാറിയേക്ക്,
അവിടെ പറഞ്ഞു. അതിനുശേഷം പുള്ളി വന്നപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് പ്രധാനമായിട്ട് പോകേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും ലാളിത്യമുള്ള ലളിതമായ ജീവിതം നയിച്ച KR നാരായണൻ്റെ വസതിയിലേക്ക്, രാഷ്ട്രപതിയുടെ വസതി ഉഴവൂരാണ്, അവിടെ വരെ എനിക്കൊന്ന് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ വന്നു, അദ്ദേഹത്തിൻ്റെ പെങ്ങളെ കണ്ടു, അന്ന് ജീവിച്ചിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ആ സമയത്തും തമ്പി പതുക്കെ ഇതിനൊക്കെ പറ്റിയ സമയം രാഷ്ട്രപതി മിണ്ടാതിരിക്കുക. രാഷ്ട്രപതി പഠിച്ച സ്കൂളിലേക്കാണ് പോണത്, അടുത്ത രാഷ്ട്രപതി പഠിച്ച സ്കൂളിലേക്ക്. അങ്ങനെ ഇത് ഒന്ന് വെച്ച് പുള്ളിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വന്നു. അവസാനം തിരിച്ച് പ്രസിഡന്റിൻ്റെ വീട്ടിൽ വന്ന് എല്ലാവരും പിരിച്ചു വിട്ടു. ഇനി ചായ സൽക്കാരം, ഭക്ഷണം കഴിക്കലൊക്കെയാണ്. എല്ലാവരും പിരിഞ്ഞു നോക്കണം പറഞ്ഞു. രാഷ്ട്രീയ ചെറിയ ചെറിയ ആൾക്കാർ എല്ലാവരും പിരിഞ്ഞു പോയി. ഈ സമയം കറക്റ്റായിരുന്നു. അപ്പോഴാണ് തമ്പി വന്നപ്പോഴത്തേക്ക് കാപ്പൻ സാറ് വിളിച്ചു, തമ്പി വാ, ആ ഫോട്ടോ നിർത്തുന്നു. അപ്പോൾ ഹിന്ദിയിലൊന്നും ഒന്നും ഒരു വേറെ ഭാഷയിലൊന്നും പറയാൻ പോയില്ല. നേരെ പുള്ളി അടുത്ത് വന്നു, ഒന്ന് ആംഗ്യം കാണിച്ചു, ഒരു ഫോട്ടോ എടുത്തോട്ടത്. അപ്പോൾ പുള്ളി അപ്പോഴാണ് വേഗം പേപ്പർ അഴിച്ചപ്പോൾ ഒരു സിറാമിക് പ്ലേറ്റിൽ മമ്മൂട്ടി, മോഹൻലാൽ അപ്പുറത്തും ഇപ്പുറത്തും, ഡാൻസർ തമ്പി നടുക്ക് നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് അതിൽ പതിച്ചിട്ടുണ്ട്. ആ പ്ലേറ്റ് അതിൻ്റെ പ്ലേറ്റ്, ആ പ്ലേറ്റ് എനിക്ക് കൊണ്ട് തരണേ, ഇത് ഡാൻസർ തമ്പി, ഞാൻ ഗോവൻ മുഖ്യമന്ത്രി. ഫോട്ടോ എടുത്തു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അവിടെ ഭക്ഷണം വെച്ചിട്ടുണ്ട്, അത് വിളമ്പാനുള്ള പ്ലേറ്റ് ഇയാൾ കൊണ്ടു കിടന്നതാണ് വിചാരിച്ചത്. മമ്മൂട്ടിയുടെ തലയിലേക്ക് ദേ അച്ചാറ് വീഴുന്നു, മറ്റേ തലയിലേക്ക് മീൻകറി വീഴുന്നു. അയാൾ അവിടുന്ന് വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ട് ആ പ്ലേറ്റ് അവിടെ ഇട്ടിട്ട് പോയി. തമ്പി ഇങ്ങനെ അന്തം വിട്ട് കയറി നിൽക്കണം. ഭക്ഷണം കഴിക്കാൻ വിളിച്ച സമയത്ത് ഒരാൾ പ്ലേറ്റ് കൊടുക്കാന്ന് വിചാരിച്ചത് ഫാൻസിന്റെ പരിപാടിയാണ് പുള്ളിക്കറിയാവുന്ന. അതുമല്ല, തമ്പിച്ചന്റെ പ്രത്യേകത രണ്ടുപേരുടെയും കോമൺ ഫാനായിട്ടുള്ള അസോസിയേഷൻ ഒരേ ഒരാളാണ് കേരളത്തിലുള്ള. തമ്പിച്ചൻ രണ്ടുപേരുടെയും ഫാനാണ്. തമ്പി അടുത്ത കാലത്ത് ഇത് അക്രമം അറിയോ? അതായത് നിയമസഭയുടെ മുൻപില് ഒരു 2 വർഷം മുൻപോ ഒരു പ്രകടനം നടത്തി, ഒരു ടയറിന്റെ അകത്ത്, അല്ലേ, കമ്പിയുടെ കയറിയത് അല്ല, ടയറിന്റെ അകത്ത് കയറിയിട്ട് കുരുങ്ങിപ്പോയി. 2 പേര് കയറിയിട്ട് കുരുങ്ങിപ്പോയി. അവസാനം ഫയർ എഞ്ചിനൊക്കെ വന്നിട്ട് കട്ട് ചെയ്തിട്ടാണ് അത് പുറത്തെടുത്തത്. അപ്പൊ അത്തരം വളരെ എന്താ പറയുക, ആരും ചിന്തിക്കാത്ത ഒരു ലൈനിൽ ചിന്തിക്കുന്ന ആളാണ്. പാവമാണ്, രസികനാണ്, സിനിമാക്കാർക്ക് എല്ലാ സഹായവും ഏത് സമയത്തും ചെയ്തു കൊടുക്കുന്ന ആളാണ് ഈ തമ്പി. അപ്പോൾ തമ്പിയുടെ ലൈഫിലുണ്ട് ഇത്. ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഈ കഥ ഞാൻ എഴുതിയപ്പോൾ തമ്പി ഒരിക്കൽ പറഞ്ഞു, സാറേ എൻ്റെ കഥ എഴുതി, അത് എനിക്ക് ഒരുപാട് സന്തോഷം എന്ന് പറയുന്ന ആളാണ്. വളരെ സ്പിരിറ്റുള്ള ആളാണ്. മെമ്മൻറ്റോ എന്ന് പറയുന്ന സാധനം ഒരു ഭയങ്കര കുരിശാണ്. പലപ്പോഴും നമ്മൾ ഗൾഫിൽ പോകും, നമ്മൾ ഗൾഫിൽ അമേരിക്കയിലൊക്കെ ഷോയ്ക്ക് പോയി കഴിയുമ്പോൾ ഒരു 8-10 ഫംഗ്ഷൻ കഴിയുമ്പോൾ ഒരു 10-15 മെമ്മൻറ്റോ ഉണ്ടാവും നമുക്ക് ഫ്ലൈറ്റിൽ ഇത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നമ്മളാകെ അവിടെ ചെല്ലുമ്പോഴാണ് നമ്മുടെ പിള്ളേർ അവർ പൈസക്ക് പകരമാണ് മൊമെന്റോ. എന്തായാലും ഇപ്പൊ ജയറാമിന്റെ പത്മശ്രീ കിട്ടിയെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ഒരു സ്വീകരണം. അതാകുമ്പോ പൈസ തരണ്ടല്ലോ. 15 രൂപയുടെ ഒരു ഷോളും ഒരു ചൈനയുടെ എന്തെങ്കിലും ഒരു തിളക്കമുള്ള ഒരു മൊമെന്റോയും കൊടുക്കലാണ് ഒരുമിക്ക സംഘാടകരുടെ മെയിൻ പരിപാടി. വിദേശത്ത് നമ്മൾ പോയാൽ ഒരുപാട് മെമന്റോ ഉണ്ടാവും. അവസാനം ഈ മെമന്റോ കഴിയുമ്പോൾ തന്നെ നമ്മളുടെ ബാഗേജിന്റെ വെയിറ്റ് ഉണ്ടല്ലോ 30 കിലോ, അത് മിക്കവാറും തീർന്നു. ഞാൻ അടുത്ത് പോയപ്പോൾ എന്നെ ഒരാൾ സ്റ്റേജിൽ നിർത്തിയിട്ട് അപ്പൊ തന്നെ പടം വരച്ചു. എന്റെ ഇത്രയും വലിയൊരു പടം നല്ല കിടിലമായിട്ടൊരു സെക്കൻഡോട് നോക്കും വരയ്ക്കും ഭയങ്കര കൈയുടെ. ഇത് വലുതാണ്. അത് ഒരു ഇത്രയും വലിയ ക്യാൻവാസിലാണ് വരച്ചേക്കുന്നത്. ഇത്രയും വലിയ ക്യാൻവാസ് ഞാൻ വളരെ പാടുപെട്ട് കാർഗോ വഴിയൊക്കെ അയച്ച് നാട്ടിലെത്തിച്ച് നല്ല പടം ഫ്രെയിം ചെയ്ത് വീട്ടിൽ വെച്ച് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ അടുത്ത ദിവസം ഭാര്യയുടെ അച്ഛൻ വന്നപ്പോൾ കുറേ നേരം ഭർത്താനൊക്കെ പറഞ്ഞൊരു ഇത് എവിടുത്തെ ഈ ബിജു നാരായണന്റെ പടം കിട്ടിയെന്ന്. ഒരു സാമ്യമില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോ ശരിയാ, ബിജു നാരായണന്റെ ചായ എന്റെ പടം വരച്ചു തന്നാ വെറുതെ എന്നിട്ട് വന്നൊരു ദിവസം. അതുപോലെ ധർമ്മൻ ഒരു മാളിൽ പോയപ്പം ഒരാൾ ധർമ്മന്റെ പടം പെട്ടെന്നിരുന്ന് വരച്ചു കൊടുത്തു. ധർമ്മൻ ഇതുകൊണ്ട് ബാഗിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ധർമ്മന്റെ വീട്ടിൽ ഞങ്ങൾ ഒരിക്കൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു, ധർമ്മൻ പാട്ടുകാരനാണോ എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ എന്താ വെച്ചു, വയലാറിന്റെ പടം വെച്ചിരിക്കുന്നു എന്ന് വീട്ടിൽ. ഇത് നമുക്ക് ഗൾഫിൽ നിന്നൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു വിധത്തിൽ എങ്ങനെയെങ്കിലും പറഞ്ഞൊപ്പിച്ചുകൊണ്ട് അമേരിക്കയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു സാധനം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കി. എനിക്ക് പറ്റിയിട്ടുണ്ട്. എനിക്ക് പറ്റിയൊരു കാര്യം തന്നെ. അതായത് അമേരിക്കയിൽ ഒരു വേൾഡ് മലയാളി കൗൺസിൽ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ് എൻ്റെ ഓർമ്മ. സത്യനന്ദിക്കാട് മികച്ച സംവിധായകനായിട്ടും എനിക്ക് മികച്ച നടനായിട്ടുള്ള അവാർഡ് അവർ പ്രഖ്യാപിച്ചു. ഷിക്കാഗോയിൽ വെച്ചിട്ടായിരുന്നു ഈ പരിപാടി. അപ്പോൾ ഷിക്കാഗോയിൽ പോയി അതിൻ്റെ അവസാന ദിവസം വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഫുൾ മലയാളികളും എല്ലാം പങ്കെടുക്കുന്ന ഫംഗ്ഷൻ. അപ്പോൾ എൻ്റെ ഭാര്യയുടെ ആവശ്യപ്രകാരം നാട്ടിലെ പോലെ മുണ്ടൊന്നും എടുത്തുകൊണ്ട് അവിടെ നിൽക്കരുത്, നല്ല വൃത്തിയായിട്ട് ഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ നല്ല അർമാനിയുടെ സൂട്ടൊക്കെ ഇട്ട് നല്ല അവിടെ പോയിരുന്നു. സത്യനന്ദിക്കാട് അപ്പുറത്തുണ്ട്, ബാക്കി കുറേ ഡെലിഗേറ്റ്സൊക്കെ ഉണ്ട്, ചില അവിടുത്തെ ഗവർണറൊക്കെ ഉണ്ട്, അവരൊക്കെ സാഹിബന്മാരാണ്, തൊട്ടടുത്തിരിക്കുന്നുണ്ട്. അങ്ങനെ പോയി സ്റ്റേജിൽ പ്രസംഗിച്ചു, അതിൻ്റെ അവാർഡ് മേടിച്ചു. ക്യാഷും ഉണ്ട്.
അപ്പോൾ അതും തന്നു. അപ്പോൾ ഏത് സ്ഥലത്തും മലയാളി സംഘടനകളുണ്ടെങ്കിൽ പെട്ടെന്ന് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചില ആൾക്കാരുണ്ടാവും പ്രവർത്തിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിൽ ചെന്നാലും ഞാൻ കണ്ടിട്ടുണ്ട്. ഓണാഘോഷ പരിപാടിക്ക് നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ചേട്ടാ നമ്മുടെ അപ്പുറത്തൊരു ഓപ്പോസിറ്റ് സംഘടന ഇന്ന് തന്നെ വേറെ ഓണാഘോഷം നടത്തുന്നുണ്ട്, അവിടെ വേറെ ആൾക്കാർ വന്നിട്ടുണ്ടെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അവരുടെ എന്തോ വൈരാഗ്യമുള്ള ആരോ ആണെന്ന് തോന്നുന്നു. എൻ്റെ ചെവിയിൽ വന്നിട്ട് പതുക്കെ പറഞ്ഞു ഇങ്ങനെ, ഞാൻ അവിടെ ഇരിക്കുക ചെയ്യും, ചേട്ടാ കവറിലെ പൈസയൊക്കെ ഒന്ന് എണ്ണി നോക്കിക്കോളണം, ഇവിടുന്ന് നേരെ എയർപോർട്ടിലേക്കല്ലേ പോണത്, അവസാനം അതിനകത്ത് ഒന്നും ഉണ്ടാവില്ല, പറഞ്ഞൊന്നും കണ്ടില്ല, ഒന്ന് ചുമ്മാ നോക്കണമെന്നില്ല, അല്ലെ കുറവുണ്ടോന്ന് നോക്കിയോ, ഇവിടെ വേറെ ചില ആൾക്ക് കൊടുത്ത് കുറവുണ്ട്, ചിലവർക്ക് കൂടിപ്പോയി എന്നൊക്കെ കേൾക്കണ്ട, അതുകൊണ്ട് ഞാൻ വേഗം അങ്ങനെ ഉണ്ടാവുക. സത്യേട്ടാ ഒരു മിനിറ്റ് ചെന്ന് സത്യനന്ദിക്കാരനോട് ഞാൻ പറഞ്ഞു, സത്യേട്ടനും സെയിം പൈസ അവിടെ മേടിച്ചാൽ സത്യം മതിയേ അങ്ങനെയൊക്കെ ഉണ്ടാവും, അങ്ങനെയൊന്നും ഉണ്ടാവില്ലേ, അന്ന് ജയറാം നോക്ക്. ഞാൻ പറഞ്ഞു അയ്യേ ഞാൻ നോക്കൊന്നുമില്ല, വെറുതെ നാണക്കട സ്റ്റേജിലിരിക്കുക. സത്യം പറഞ്ഞു ഞാൻ നോക്ക് അന്ന് പറഞ്ഞ് സത്യേട്ടൻ നോക്കിക്കൂടെ, അയ്യ ജയറാം നോക്ക് പ്ലീസ് പ്ലീസ് പറഞ്ഞിട്ട് അത് എൻ്റെ തലയിൽ ഇട്ട് തന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, വൃത്തിയുള്ള സൂട്ടൊക്കെ ഇട്ട് നല്ല നീറ്റായിട്ട് ഇപ്പോൾ പോയിട്ട് വന്ന് കാലിൽ കാലൊക്കെ കയറ്റി വെച്ചിരുന്നിട്ട് ഞാൻ കവർ പൊട്ടിച്ചു. നല്ല കാര്യമുണ്ട്, ഇത്രേ ഉണ്ടായിട്ട് ഈ നക്കിത്തനം കാണിക്കേണ്ട ഒരു കാര്യമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ തൊട്ടടുത്ത് പറഞ്ഞു ഇത് വൃത്തിയുടെ കാണിക്കുന്നത്, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ സാധനം എണ്ണി. ഞാൻ പറയുന്നത് 10-15 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഇതേപോലെയുള്ള ഒരു സംഗതി നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടില്ല. ഞാനിപ്പോൾ എന്താ പറയാൻ പോകുന്നത്, ഞാനിതിങ്ങനെ എണ്ണുമ്പോഴത്തേക്കും ഓഡിറ്റോറിയത്തിൽ ഭയങ്കര കൂവൽ തുടങ്ങി, ഫുള്ളായിട്ട് ആൾക്കാർക്ക്. അപ്പം ഞാൻ വിചാരിച്ച അവിടെ എന്തെങ്കിലും സ്റ്റേജ് പരിപാടി നടക്കുന്നത് കണ്ട് കൂവാണ് ആൾക്കാരെന്ന് വെച്ച് ഇത് എന്തെങ്കിലും. അപ്പോഴത്തേക്ക് തൊട്ടടുത്തിരിക്കുന്ന സായിപ്പ് ഇതിലേക്ക് കുനിഞ്ഞു പോവുക. ഞാൻ ചോദിച്ചു എന്തേ ചോദിച്ചു, സായിപ്പ് കാണിച്ച്. അപ്പോഴാണ് നോക്കുമ്പോൾ വലിയ സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അതിൽ സ്റ്റേജിൽ നിന്ന് ഒരാൾ ഞാൻ ഈ എണ്ണണത് മുഴുവൻ എടുത്തോണ്ടിരിക്കുക, അവിടെ ഫുൾ കണ്ടോണ്ടിരിക്കുക. ഞാൻ ഇതിന് എണ്ണത് ഈ നിൽക്കുന്ന 10,000-കണക്കിന് ആൾക്കാർ ഇത് കണ്ടോണ്ടിരിക്കുക. ഇത് നാണക്കേട്. അങ്ങനെ അതിൻ്റെ ഒരു നാണക്കേട് മാറാൻ വേണ്ടി നേരെ അവിടെ നിന്ന് എയർപോർട്ടിലേക്കാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ ചെന്ന് എല്ലാം പാക്ക് ചെയ്ത് തിരിച്ച് എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് അവർ തന്ന ഷീൽഡ് എന്ന് പറയുന്നത് ഈ പൊക്കമുണ്ട്. അതായത് താഴെ ആ മലയാളി അസോസിയേഷൻ്റെ ആരൊക്കെ ഉണ്ടോ അവരുടെ പേരുകൾ, പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റേത് ഇതിനു മുമ്പുണ്ടായിരുന്ന പ്രസിഡന്റ്, ഇനി വരാൻ പോകുന്ന ആൾക്കാർ, ഇത് മുഴുവൻ അതിൻ്റെ താഴെ ഇത്രയും കൊത്തിയിട്ടുണ്ട്. അതിന് മുകളിൽ 4 പില്ലർ. അതിന് മുകളിൽ ഓസ്കാർ അവാർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ടി വിയിൽ കാണാം, ഒരു പ്രതിമ ഇങ്ങനെ നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു സൈൻ, ഓസ്കാറിൻ്റെ. അതാണ് ഏറ്റവും മുകളിൽ കൊണ്ടുവച്ചിരിക്കുന്നത്. ഇത്രയുണ്ട്. റൂമിലെത്തിയിട്ട് പാക്ക് ചെയ്യണം, എയർപോർട്ടിൽ പോകാൻ സമയമായി. ഇതെന്ത് ചെയ്യും? ഞാൻ അശ്വടുത്ത് പറഞ്ഞു ഇവിടെ എവിടെയെങ്കിലും കൊടുത്തിട്ട് പോയാൽ ആർക്കെങ്കിലും ഇതും ഇവിടെ ചുമന്നുകൊണ്ട് പോകാൻ പറ്റുമോ നാട്ടിലേക്ക് വരേക്കും. ലാസ്റ്റ് പറഞ്ഞു കളയണ്ട, എന്തായാലും തന്നല്ലേ, പെട്ടിയിലൊന്നും വെക്കാൻ പറ്റില്ല, വലുതാണ്, അത്ര വലിയ ഇത്ര ഹൈറ്റ് ഉള്ളല്ലേ. അപ്പോൾ ഒരു ക്യാരി ബാഗ്, നല്ല നീളത്തിലുള്ളൊരു ക്യാരി ബാഗ് എടുത്തിട്ട് ഇവന് ഉടുപ്പിടിക്കുന്ന പോലെ ഇവിടം വരെ വെച്ച് ഇത് കെട്ടി, തമ്പുരാട്ടി കെട്ടെന്ന് അതിന് പറയുന്നത്. അങ്ങനെ നേരെ എയർപോർട്ടിലേക്ക് ഓടി. ഷിക്കാഗോ എയർപോർട്ടിൽ, ഞാൻ ഈ പറയുന്ന ഒട്ടും കള്ളത്തരം ചേർത്തിട്ടില്ല കേട്ടോ, നേരെ ഷിക്കാഗോ എയർപോർട്ടിൽ ഈ ലഗേജിനടുത്തേക്ക് സാധനം ഇട്ടു. സായിപ്പ് നോക്കിയപ്പോൾ 4 ദിവസമായിട്ടുള്ളൂ ശരിക്കുള്ള ഓസ്കാർ അവാർഡ് നടന്നിട്ട്. ശരിക്കും അത് നടന്നിട്ട് പല ആർട്ടിസ്റ്റുകളും അമേരിക്ക വഴിയും അതുവഴിയും പാസ് ചെയ്യുന്ന സമയമാണ്. നോക്കുമ്പോൾ ഒരു ഓസ്കാർ അവാർഡ് വെറും കൺവെയർ ബെൽറ്റിൻ്റെ അകത്ത് കൂടെ പോകുന്നു. അവർ പെട്ടെന്ന് നിർത്തി, ഹേയ് ബാക്ക് 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 ബാക്ക്. അയാൾ വേഗം ബാക്ക് അടിച്ചിട്ട് ചോദിച്ചു, എക്സ്ക്യൂസ് മീ ഇതാരുടെയെന്ന് ചോദിച്ചു. എൻ്റെ എന്ന് പറഞ്ഞാൽ ആർ യു ആൻ ഓസ്കാർ അവാർഡ് വിന്നർ എന്ന് ചോദിച്ചു. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ആന്ന് പറയാൻ തോന്നുന്നു, എന്ന് പറഞ്ഞു. ഏയ് ഇതൊന്നും ഇങ്ങനെ ഇടാൻ പാടില്ല, ഒരു രാജ്യത്ത് നിങ്ങൾ അവഹേളിക്കുന്നതിന് തുല്യമാണ്. ഒരു ലോകം തരുന്ന ഏറ്റവും വലിയ റിവാർഡ് നിങ്ങൾ ഇങ്ങനെയാണോ കൊണ്ടിടുന്നത്? അതിനകത്ത് അയാൾ എന്നെ ചീത്ത വിളിച്ചിട്ട് നേരെ സോറി പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോയി ഓഫീസിൽ വെച്ചു. ഒരു നിമിഷത്തിനുള്ളിൽ അവരുടെ സെക്യൂരിറ്റി ചീഫ് വരുന്നു, എന്നെ അഭിനന്ദിക്കുന്നു. എവിടെ നിന്നാണ് ചോദിക്കുന്നു, ഇന്ത്യ എന്നാണ്. ഓ ഇന്ത്യയിൽ നിന്ന് ഓസ്കാർ വിൻ ചെയ്യുന്നു, ഓക്കെ കൺഗ്രാറ്റ്സ് കൺഗ്രാറ്റ്സ്. ഇതിനു മുമ്പ് ആരൊക്കെ വിൻ ചെയ്യുന്നു, എല്ലാത്തിനും. എൻ്റെ ഭാര്യ ഇവിടെ നിന്ന് അയ്യേ പറയില്ല അങ്ങനെ മിണ്ടായിരിക്കും. അങ്ങനെ എയർപോർട്ട് മാനേജർ വരുന്നു, ഞങ്ങളെ സെപ്പറേറ്റ് ഒരു VIP കൊണ്ടുവന്ന പോലെ ഫ്ലൈറ്റിൽ കൊണ്ടുപോയി. അപ്പോൾ പൈലറ്റും എല്ലാം വന്ന് പറഞ്ഞു ഓസ്കാർ അവാർഡാണ്, അപ്പോൾ ഇത് ഒരിക്കലും മറ്റേ അതിനകത്തേക്ക് ഇങ്ങനെ ലഗേജ് വെക്കുന്ന സ്ഥലത്ത് വെച്ച് കൊണ്ടുപോകാൻ പാടില്ല, ഇതിനൊരു ഓണർ ഞങ്ങൾ തരുമെന്ന് പറഞ്ഞിട്ട് ഈ സാധനത്തിന് സെപ്പറേറ്റ് ആയിട്ടൊരു സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് ഈ പൊതിഞ്ഞ് കെട്ടി ഈ സാധനം ഇങ്ങനെ ഇരിക്കുകയാണ്, സീറ്റിലിരിക്കുക. ഇപ്പോഴും എൻ്റെ മനസ്സ് പറയണത് ആ ഉടുപ്പ് ഒന്ന് താത്തിയാൽ അതിൻ്റെ അന്നമ്മ ജേക്കബ് മലയാളി കൗൺസിൽ പ്രസിഡന്റ്, സെക്രട്ടറി, സകലതും അതിൻ്റെ അടിയിലുണ്ട്. ഈ ഉടുപ്പ് എൻ്റെ ഭാര്യ പറയുന്നത് അതാരെങ്കിലും ഒന്ന് താത്തി നോക്കിയാൽ നാണക്കേട്. ഞാൻ പറഞ്ഞു ഒന്നും ഉണ്ടായിരുന്നു, നീ മിണ്ടാതിരുന്നോളാൻ പറഞ്ഞു. അതവിടെ സീറ്റിൽ ചാരി വെച്ചു. അവരെല്ലാവരും കൺഗ്രാലേഷൻ പറഞ്ഞു, മറ്റേത് പറഞ്ഞു. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പൈലറ്റ് വന്ന് എനിക്ക് ഷാമ്പെയിൻ വേണോ മറ്റേത് വേണോ വൈൻ വേണോ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, കാരണം ഞങ്ങളൊരു ഓണറാണ്, ഒരു ഓസ്കാർ അവാർഡ് വിന്നർ ഞങ്ങളിതിൽ പോകുന്നു വെച്ചാൽ ബെസ്റ്റ് ആക്ടർ അങ്ങനെ ഇങ്ങനെ പോകുന്നു. ലണ്ടനിൽ എത്താറായപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഞങ്ങൾ ക്രൂ ഇവിടെ ഇറങ്ങും, ലണ്ടനിൽ നിന്ന് വേറെ ആൾക്കാരാണ് കയറുന്നത്, എന്തെങ്കിലും സഹായം ഞങ്ങൾ ചെയ്തു തരേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സെയിം സാധനം പെട്ടിക്കകത്ത് വെച്ചിട്ട് ഒരാൾ അപ്പുറം ഇരിക്കുന്നുണ്ട്, സത്യനന്ദിക്കാട്. ആ സാധനം പെട്ടിക്കകത്ത് വെച്ചു, അതുകൊണ്ടാണ് ഇത് പോയത്.
ഞാൻ പറഞ്ഞു അദ്ദേഹത്തെ കൂടി ഞങ്ങളുടെ ഇവിടെ ഫസ്റ്റ് ക്ലാസ്സിൽ കൊണ്ട് ഇരുത്താനുള്ള സഹായം. ഓ തീർച്ചയായിട്ടും ഞങ്ങൾ എയർലൈൻസുമായിട്ട് സംസാരിച്ച് ഇപ്പോൾ ശരിയാക്കാന്ന് പറഞ്ഞു. വിളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നിട്ട് സത്യേട്ടൻ അവിടെ ഇരിക്കുക ഭയങ്കര അപ്പോൾ അവർ ചെന്നിട്ട് ഓസ്കാർ അവാർഡ് പുള്ളിക്ക് കിട്ടി നിങ്ങളായിരുന്നു ഡയറക്ടറിൽ എന്ന് പറഞ്ഞിട്ട് സത്യനന്ദിക്കാടിന് ഇങ്ങനെ ഒരു സ്വീകരണം ജീവിതകാലത്ത് കിട്ടിക്കാറില്ല. നേരെ കൊണ്ടുപോയി ഇരുത്തി സത്യം കാണുന്നുണ്ട് ഈ സാധനം. ഞാൻ പറഞ്ഞു മിണ്ടല്ലേ ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഈ സാധനം. അങ്ങനെ ബോംബെ വരേക്കും എനിക്കും സത്യനന്ദിക്കാടിനും കിട്ടിയ ഒരു സ്വീകരണം, ഒരു വരവേൽപ്പ് എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ ഒരു പക്ഷേ ഞങ്ങൾക്ക് ഇനി അങ്ങനത്തെ ഒരു അവസരം ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. അത്രയ്ക്കൊരു ഇതായിരുന്നു. ബോംബെ വന്നപ്പോൾ അവരെല്ലാവരും പിരിയുകയും സത്യനന്ദിക്കാടിന് തോന്നി ഈ ഒരു സാധനം വെച്ചിട്ടില്ല ഇയാൾ ഇത്രയും ചെയ്തത്. അപ്പോൾ എന്തായാലും ഈ പെട്ടിക്കകത്ത് നിന്ന് പുറത്തിട്ടല്ലോ. ബോംബെ എയർപോർട്ടിൽ പുറത്തിറങ്ങിയിട്ട് ഈ പെട്ടിക്കകത്തുള്ള സാധനം എടുത്ത് പുറത്ത് വെച്ചിട്ട്, കാരണം ഇവിടുന്ന് നാട് വരെ അന്തിക്കാട് വരെ നല്ല സൂചിച്ച് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സാധനം പുറത്തേക്ക് കൊടുത്തു. ബോംബെ എയർപോർട്ടിൽ വന്ന വഴിക്ക് തന്നെ ഇത്രയും വലിയ സാധനം ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ബും അവർ കാട്ടിലേക്ക് വലിച്ച് വരികയാണ്. അപ്പം തന്നെ ഓസ്കാർ ഒടിഞ്ഞ് 2 കഷ്ണമായിട്ട് അവിടെ നിന്ന് വലിച്ചു പറക്കി എല്ലാം കൂടി പൊതിഞ്ഞ് കെട്ടി തിരിച്ച് അന്തിക്കാട് വരെ എത്തി. ഇപ്പോഴും ഞങ്ങൾ വല്ലപ്പോഴും കാണുമ്പോൾ ഏറ്റവും ആദ്യം പറയുന്ന ഒരു കഥ ഇതാണ്. കാരണം നമുക്ക് ഒരു രാജ്യം തന്ന സ്വീകരണം നമുക്ക് ലഭിക്കാത്തൊരിതിന് വേണ്ടിയിട്ടാണ്. എന്നാലും അത്രയും വലിയൊരു ഓണർ ഒരു പക്ഷേ ഇനി ജീവിതത്തിൽ കിട്ടിയെന്ന് വരില്ല. കളമശ്ശേരി ഒരു കേബിൾ TV അസോസിയേഷൻ ഒരു അവാർഡ് ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞതാണോ? അല്ല. അപ്പൊ ആ അവാർഡ് നൈറ്റിന് സ്കിറ്റ് കളിക്കാൻ എന്നെ വിളിച്ചു. 5 സ്കിറ്റ്. ഞാനൊരു 5-6 പേരുമായിട്ട് മിമിക്രി കളിക്കാൻ പോയി. ആദ്യത്തെ സ്കിറ്റിന് മുമ്പ് ഞാൻ പൈസ ചോദിച്ചു, ചേട്ടാ പൈസ തരണം, കാരണം നമുക്ക് സ്കിറ്റ് കളിയപ്പോൾ പറഞ്ഞു തരാം, സ്കിറ്റ് കളിക്കൂ. ഞാൻ ആദ്യത്തെ സ്കിറ്റ് കളിച്ചു. ഞാൻ രണ്ടാമത്തെ. അപ്പോൾ അവിടെ അവാർഡ് ദാനം ഇങ്ങനെ നടക്കുകയാണ്. ടെലിവിഷൻ അവാർഡാണ്. അയാൾക്ക് അവാർഡ്, ഇയാൾക്ക് അവാർഡ്, ബെസ്റ്റ് ന്യൂസ് റീഡർ, അത് ക്യാമറമാൻ, മേക്കപ്പ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പാട്ട് വരും, അടുത്ത സ്കിറ്റ് കയറപ്പോൾ ഞാൻ ചേട്ടാ ഇനി പൈസ തരാതെ കയറാമില്ല, എൻ്റെ കൂടെ വന്ന് 5 പേർക്ക് ഞാൻ പൈസ കൊടുക്കണ്ടേ. ഇയാൾ പറഞ്ഞു, രമേശേ ഇതൊരു സ്പോൺസർ ഉണ്ടായിരുന്നു, അയാൾ ചെക്ക് ഒപ്പിടേണ്ട ആൾ ഇന്നലെ ബൈക്കിൽ നിന്ന് വീണിട്ട് വിരലൊടിഞ്ഞു, അതുകൊണ്ട് ഒപ്പിടാൻ പറ്റില്ല. ഇനി ഈ വിരൽ ശരിയാവണമെങ്കിൽ 3 മാസമാവും. ഈ 3 മാസം കഴിഞ്ഞ് അയാൾ ഒപ്പിട്ടിട്ട് ചെക്ക് തരാൻ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇനി ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ശരി പൈസ തരാതെ ഞാൻ ഇനി സ്കിറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ അയാൾ കൈ ചേർത്ത് പിടിച്ചിട്ട് ഒരു അവാർഡ് എടുക്കട്ടെ എന്ന്. പൈസക്ക് ഒരു അപ്പത്തെ ഒരു മികച്ച കോമഡി പരിപാടി എന്ന് പറഞ്ഞിട്ട് ഒരു അവാർഡ്. അത്രേ ഉള്ളൂ. ഇതൊക്കെ ഇത്തരം അവാർഡുകളും ഉണ്ട് ഇതിനിടയിൽ. ഒരു അവാർഡുകളുടെ വാല്യൂ പോകുന്നത് അതുകൊണ്ടാണ്. ഈ എല്ലാ മുട്ടിനും ഒക്കെ ഒരു അവാർഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സലീം കുമാർ ലാസ്റ്റ് ഇയർ പറഞ്ഞു, എൻ്റെ സ്വീകരണങ്ങളുടെ സമാപനം എന്ന് പറഞ്ഞിട്ട് നാഷണൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ സ്വീകരണം കിട്ടി മടുത്ത് ഒരു വീട് നിറഞ്ഞു എന്ന് പറഞ്ഞു ഈ മെമൻറ്റോസ് വെച്ചിട്ട്. ഫ്രാൻസിസ്, താനെന്തായിരുന്നു പറയാൻ താമസിച്ചത്? ഒന്നും പറയണ്ടാവേ, എണീക്കാൻ ഇച്ചിരി താമസിച്ചു പോയി. ഇന്നലെ പരിപാടി? ഇന്നലെ ഇച്ചിരി നേരത്തെയാ കിടന്നത്. ഞങ്ങൾ കേട്ടോ, നേരത്തെ തന്നെ കിടക്കണം, നേരത്തെ തന്നെ എഴുന്നേക്കണം. എങ്കിലും നമുക്ക് ആരോഗ്യമൊക്കെ എനർജി ഉണ്ടാവുള്ളൂ. അതെ. എടാ എന്നാ ഇരിപ്പാടായിരിക്കണം. ഇവിടെ രാവിലെ എഴുന്നേറ്റ് ഞാൻ നന്നായിട്ടൊക്കെ ഒന്ന് ശരീരം അനക്കി അധ്വാനം ചെയ്തെങ്കിലേ നിന്റെ ഈ ആരോഗ്യത്തിന് ഊർജ്ജം കിട്ടുള്ളൂ. ഓട്ടം ചാട്ടം ഒക്കെ ഞാൻ നിർത്തി. എത്ര ഓടിയിട്ട് എന്റെ ഈ വലിയ വയറ് കുറയുന്നില്ല. അതെ, വയറ് കുറയണമെങ്കിലേ തീറ്റി കുറയ്ക്കണം, മനസ്സിലായ? പിന്നെ നിന്റെ ഈ സങ്കടം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഒരു എക്സസൈസ് അങ്ങോട്ട് പറഞ്ഞു തരാം. പുതിയ എക്സസൈസ്? അത് വയറ് കുറയായിട്ടുള്ള എക്സസൈസ് ആണ്. ആണോ? എന്നാ പറഞ്ഞോ. എടാ, വീട്ടിൽ പെണ്ണുമ്പുള്ള ചോറ് തരുമ്പോഴേ രണ്ടാമത് വേണോ ചേട്ടാ എന്ന് ചോദിക്കുമ്പോ വേണ്ട, ഇങ്ങനെ ശീലിച്ചാ മതി. സാറേ, നമ്മളോട് സ്ഥിരം ഓടാൻ വരാറുള്ള നമ്മുടെ കേണൽ സാറിനെ കാണാറില്ലോ ഇപ്പൊ? അയ്യോ, അതറിഞ്ഞില്ലേ? കേണൽ സാർ സ്ഥിരമായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഓടാൻ വന്നത് കാരണം പുള്ളിയുടെ പെണ്ണുമ്പുള്ള വേപ്പറുകാരൻ്റെ കൂട്ടത്തിൽ ഒളിച്ചോടി അങ്ങ് പോയി. ഭയങ്കര കഷ്ടമായി പോയല്ലോ. നീ ഒന്ന് സൂക്ഷിച്ചാ കൊള്ളാം. അത് അടുത്ത ഓട്ടം നിന്റെ വീട്ടിൽ നിന്നായിരിക്കും. എന്താണോ നിർത്തി പോണത്? ഞാൻ ഓട്ടം നിർത്തി. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഇന്നലെ എല്ലാരും താമസിച്ചാ വന്നു. ഇന്ന് വൈകുന്നേരം അങ്ങനെ നേരത്തെ വന്നു. സാധനമൊക്കെ ഞാൻ മേടിച്ചു അടിച്ചോളാം. അപ്പൊ അടി നടത്തണം. നീ ഉണ്ടാവൂല? ഞാനുണ്ടാവും. നീ ഉണ്ടാവൂല? നീ എങ്ങനെ? ഇവനില്ലെന്നാ പറഞ്ഞ കേട്ടോ. ഞാനുണ്ട്. എന്നിട്ട് നീ ഇങ്ങനെ കാണിച്ചാ? അറിയാൻ വയറ് കുറയ്ക്കാനുള്ള എക്സസൈസ്. വയറ് കുറക്കാൻ നേരത്തെ ഇങ്ങനെ കാണിക്കുള്ളൂ. വെള്ളം അടിക്കുന്ന കാര്യം പറയുമ്പോൾ ഇങ്ങനെ കാണിക്കാം, മനസ്സിലായോ? നമുക്ക് എക്സസൈസ് അങ്ങ് കണ്ടിന്യൂ ചെയ്യാം. എന്നിട്ട് നമുക്ക് നേരത്തെ ഓഫീസിൽ പോകാം. കുനിയാൻ പറ്റണല്ലോ. ഇതാരാ പോണത്? ഞാനാടാ. ഇതെന്താ മീശ മാധവന്റെ 2ാം ഭാഗം? എന്റെ വീടിന്റെ മുമ്പിൽ തന്നെ വേണം നിങ്ങൾ എക്സസൈസ്. ഞങ്ങൾ ഗ്രൗണ്ടിലല്ലോ എക്സസൈസ് ചെയ്യണത്. ഗ്രൗണ്ടിൽ വേറെ ഗ്രൗണ്ടിൽ പോയി ചെയ്യണം. ഇവിടെയല്ല, ഞങ്ങൾ താഴത്തെ ഗ്രൗണ്ടിലാണ് ചെയ്തോണ്ടിരുന്നത്. ഞങ്ങൾ അവിടെ ചെന്നപ്പോ അതൊക്കെ അടിച്ചു പൊളിച്ചോണ്ടിരിക്കുക. അതാ ഓടി ഇങ്ങോട്ട് പോകുന്നത്. എടാ, ഇത്രയുള്ള ഡ്രസ് ഇട്ടിട്ടാണോ എക്സസൈസ് ചെയ്യുന്നത്? ഇതിനെന്താ കുഴപ്പം? ഇവിടെ ഭാര്യമാരില്ലേ? അതിന് പെൺകുട്ടിയില്ലേ? അതിന് പിന്നെ ഇതിട്ടിട്ടാണ് ചെയ്യുന്നത്? എന്റെ പൊന്നെ, ഞങ്ങൾ രാത്രി കിടക്കുന്ന ഡ്രസ്സായത്. ഇതോട്ട് രാവിലെ എഴുന്നേറ്റ് ഓടിക്കുന്നു പോരും. അപ്പൊ രാത്രി ഒന്നും ഇട്ടില്ലെങ്കിലോ? ആ വഴി ഓടിപ്പോരും. അതന്നെ പറഞ്ഞത്. ഇവിടുന്ന് ചെയ്യാൻ പറ്റില്ല, ഇവിടുന്ന് പോണം.
ഇതിപ്പോ എന്താ പ്രശ്നം? ഞങ്ങൾ മര്യാദക്കല്ലേ ഇവിടെ ഒന്ന് എക്സസൈസ് ചെയ്യുന്നത്. എടാ ഞാനും എക്സസൈസ് ചെയ്യുന്ന വേഷമാണിത്. അതെ. എന്റെ ഭാര്യ രാവിലെ 4 മണിക്ക് പോകും. ഉവ്വ. എങ്ങോട്ടാ പോകുന്നത് എനിക്കറിയില്ല. അറിയോ? ആ വന്നല്ല. കേറിപ്പോടെ അവിടെ. അല്ല നമുക്ക് കേറി പോകാം. ഇവന് നല്ലൊരു പണി കൊടുത്താലാ? ആ പണി കൊടുക്കാൻ അയാൾക്കൊരു പണി അവിടെ ഇല്ലേ? ഒന്നാമത്തെ സർക്കാർ ജോലി. ഈടെ പോത്തെ അതല്ല പറഞ്ഞത്, ഇവരുടെ 8ന്റെ പണി നമുക്ക് കൊടുക്കണമെന്ന്. ആ ഒരു മുട്ടം പണി എന്തായാലും നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ. പണി എന്തെങ്കിലും താറാവേ, ഞാൻ ഈ പണിയും കൂടി മടുത്തു. ആ ഇതാരാ ബർമൂഡ ചേട്ടനാ? ബർമൂഡ ചേട്ടനോ? അല്ല ബർമൂഡയുടെ അത്ര അതുകൊണ്ടാ ചോദിച്ചത്. ജോലി വന്നു ചോദിക്കട്ടെ. എന്നാ പരിപാടി എന്നാ അവിടെ? എന്റെ പൊന്നൊന്നും പറഞ്ഞിട്ട് ഇവിടുത്തെ ഹൗസിംഗുള്ള പുള്ളിയില്ലേ, ഉവ്വ. ഞങ്ങൾ രാവിലെ ഇവിടെ ഓടാൻ വന്നതാ. ആ. ആ പുള്ളി ഇവിടെ വന്ന് ഞങ്ങളോട് പറയാ നിങ്ങൾ ചെറിയ ഉടുപ്പിടുന്നാണ് വന്നത്, ഇവിടെ വന്നത് സ്ത്രീകളുള്ളതാണെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ എവിടെ നടക്കുന്ന പരിപാടിയാണ്? ഞങ്ങൾക്ക് ഇങ്ങനെയല്ലേ ഓടാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ പുള്ളിയുടെ പെണ്ണും പിള്ളി ഇതിനെ പറ്റി പോയ പോക്ക് കാണണം. ജോസ് പ്രകാശിന്റെ പടത്തിലെ ക്യാമറ പെണ്ണ് പോകത്തില്ലേ, അതുപോലെ ഇത്രയുള്ള നിക്കലോട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ ഒറ്റ പോക്ക്. 5 മിനിറ്റ് ലേറ്റായി പോയി. ഇതാ എന്ത് നല്ല സംഭവം നടന്നാലും എനിക്ക് കാണാനുള്ള യോഗം ഉണ്ടാവില്ല. എന്തായാലും ഒരു മുട്ടം പണി ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു. ഇരുട്ടിടിച്ചാലേ അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഇട്ടാ നിൽക്കണ്ട, നമുക്കൊരു ഉച്ചയ്ക്ക് കിടക്കാം, നല്ല വെട്ടം ഉണ്ടാവും. ഇവിടെ ഒന്ന് വെറുതെ ലാഗല്ലേ. പോയേക്കാം ലാഗടിക്കും. എടാ കൂർക്കെ, നീ ഇത്ര സമയം എവിടെ പോയിരുന്നടാ കൂർക്കെ? ഞാനേ അപ്പുറത്തെ സാറ് പറഞ്ഞിട്ട് 2 കിലോ പോർക്കർച്ചിയും കൂർക്കയും മേടിക്കാൻ പോയതാ. ഹേ ഹാ ഹാ? ഹേ? ഹോ ഹോ നീ ഏതാ? നിന്റെ സ്ഥലം ഏതാ? പെരുമ്പാവൂര്. പെരുമ്പാവൂർ ഹിന്ദിയാണോ? അല്ല, പെരുമ്പാവൂരാണല്ലോ ഇപ്പൊ ആസാമിലേക്കായും ബംഗാളിലേക്കൂടെ കംപ്ലീറ്റ് ഹിന്ദിക്കാരുള്ളത്, അതുകൊണ്ടാണ്. ഹേ അത് ശരി. ഹൈ. ഓക്കെ, നീ ഒരു കാര്യം ചെയ്യ്. ആ? നിന്നെ ഇവിടെ നിർത്തി എന്തിനാണെന്നറിയോ? ഇല്ല. എന്റെ വീടിന്റെ ഫ്രണ്ടിൽ വെച്ച് ഇങ്ങനെ നഗ്നമായി എക്സസൈസ് ചെയ്തു. അവരെ നീ കണ്ടോ? ഇല്ല, കണ്ടില്ല. അവർ ഓടിക്കാനാണ് നിന്നെ ഏൽപ്പിച്ചത്. ഇനി മേലിൽ അവരിവിടെ വന്ന് എക്സസൈസ് ചെയ്താൽ ഞാൻ എന്റെ പട്ടിയെ അഴിച്ചു വിടും. സാറ് പട്ടീനെ മേടിച്ചാ? പിന്നെ ഏത് സൈസ് പട്ടിയത്? ജർമ്മൻ ഷിപ്പ്യാർഡ്. അതിന്റെ അപ്പുറത്ത് കാണുന്നത് അത് കൊച്ചി ഷിപ്പ്യാർഡ്. അങ്ങനെയൊക്കെ പട്ടിയുണ്ടോ? അതൊരു സ്ഥാപനാടാ. അതെ, ആ. നല്ല കാര്യം അത്. കാരണം ഒരു വീടായി കഴിഞ്ഞാൽ ഒരു പട്ടി വേണം. ഉം. അകത്തൊരായ പുറത്തൊരു നായ, കിടക്കാനൊരു പായ. അതാണ് ഉത്തമ കുടുംബത്തിന്റെ ലക്ഷണം. അതെ. ഞാൻ കാണാറുണ്ട് ഇവിടെ ബോർഡൊക്കെ, പട്ടി കൊണ്ട് സൂക്ഷിക്കുക, വളരെ നല്ല കാര്യം. ഞാനുള്ളപ്പോഴേ ആ ബോർഡ് വെക്കാറുള്ളൂ. അത് ശരിയാ, ഒരു വീട്ടിൽ 2 പട്ടി വേണ്ട, ഏതിലും ഒരു പട്ടി മതി. ടോബിച്ചാ, ആ കണ്ടാ ഭാര്യയുടെ സ്നേഹം ഇതായിരിക്കണം. ടോബി ഓഹോ, അവിടെ ഉണ്ടോ ടോബി? ആ അങ്ങനെ. അതെ, ഞാൻ പട്ടി വിളിച്ചായിരുന്നു. അത് ശരി, സാറിനും പട്ടിക്കൊക്കെ ഒരു പേരാണോ? അല്ലല്ല, പട്ടിയുടെ പേരും ടോബിച്ചിന്റെ പേരും ഒരുപോലെ. പക്ഷെ പട്ടിയെ വിളിക്കുമ്പോഴാണ് ടോബിച്ചിന് എനിക്ക് ഓർമ്മ വരുന്നത്. കൂടുതലുണ്ടാണ്. അല്ല, നാട്ടുകാരൊക്കെ ചീത്ത പറഞ്ഞത് കേട്ടല്ലോ. എന്റെ ചേട്ടാ, നമ്മുടെ വീട്ടിൽ നാളെ കോടിപൂതിയുടെ ഫംഗ്ഷൻ നടക്കല്ലേ. അതെ. ഫംഗ്ഷൻ നാട്ടുകാർ വന്നില്ല എങ്ങനെയാ? ഞങ്ങളുടെ വീട്ടിലൊരു കാര്യം നടന്നാൽ നാട്ടുകാരെല്ലാരും ഉണ്ടാവും. അവരെ ആവശ്യമില്ല. എനിക്ക് ആവശ്യമുണ്ടല്ലോ. അല്ല, നാട്ടുകാർ ഉണ്ടായാലല്ലേ നമുക്ക് ശരിയാവത്തുള്ളൂ. എല്ലാരും വരണം. നമ്മുടെ LIC ഓഫീസിൽ തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ വരും. പിന്നെ അവരെ ആവശ്യമുണ്ടോ? അവരെ ആവശ്യമുണ്ട്. വേണമെങ്കിൽ നമുക്ക് കുറുക്കെ വിളിക്കാം. കുറുക്കെ ആകുമ്പോൾ കുറച്ച് ബിരിയാണി ഒക്കെ അല്ലേ വേണ്ടു? കുറുക്കച്ചേട്ടാ, ഒന്ന് പറഞ്ഞു കൊടുക്ക്, നമുക്ക് നാട്ടുകാരൊക്കെ വേണ്ടേ? അതെ സാറേ, നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അയൽക്കാര്, വീട്ടുകാര്, ഫ്രണ്ട്സ് എല്ലാരും വേണം, കൂർക്കൻ വേണം. എന്നാലല്ലേ കാര്യങ്ങളൊക്കെ റെഡി ആവുള്ളൂ. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട്. വാ, ദേ അവിടെ നിന്നോണം കേട്ടോ. ഞാൻ വരണോ? പിന്നെ വരണ്ടേ? അയ്യാ ആരോ? അയ്യാ എടാ, ആരോ? അയ്യോ അയ്യാ ഏ? ആരായാ? ഇതെടാ. ഏ? അച്ഛനും അമ്മയും ഇല്ലാത്തവനാണ് അയ്യാ. അച്ഛനമ്മയൊക്കെ മരിച്ചുപോയോ? മരിച്ചുപോയല്ല, ഒരു പണിക്ക് പോയി. ഏ? അയ്യാ, എന്തെങ്കിലും പൈസ തരണേ, ചായ കുടിക്ക് ഒരു 10 രൂപ അയ്യാ. എന്തിനാടാ ചായ അടിക്കാൻ 10 രൂപ? 8 രൂപയല്ലേ ചായക്കുള്ളൂ. 2 രൂപ ടിപ്പ് കൊടുക്കാൻ അയ്യാ. ആ, പിച്ചക്കാരനാണെങ്കിലും 10 റാസിന് കുറവൊന്നുമില്ല. അയ്യാ എന്നാ പിടിച്ചാടാ. അയ്യോ. 10 രൂപയുണ്ട്. ആ. അതെ, ആ, നീ ഈ രാവിലെ തൊട്ട് ഇങ്ങനെ വിളിച്ച് കയറിക്കൊണ്ടുവരുന്ന ഇനി ആരെങ്കിലും ഒക്കെ വല്ലതും തന്നണ്ടാ? ചില തെണ്ടികൾ തരില്ല അയ്യാ. ആ, ചില തെണ്ടികൾ ഇതുപോലെ 10 രൂപ തരും. അയ്യോ. ആ. അയ്യാ, അമ്മ പശുക്ക് തമ്മ എന്തെങ്കിലും തരണം അമ്മ. തലേന്നത്തെ മതിയോ? തലച്ചോറോ? തലേന്നത്തെ ഭക്ഷണം മതിയോന്ന്? ആ, ഏതായാലും കുഴപ്പമില്ല അമ്മ. അന്ന് ഒരു കാര്യം ചെയ്യ്, ഇന്ന് പോയിട്ട് നാളെ വാ കേട്ടോ. പിന്നെ ഇവിടെ അങ്ങ് കറങ്ങി നടക്കണ്ട. അവിടെ ബാക്കി ഒരു ബോർഡ് കണ്ടില്ലേ, ഉവ്വ. പട്ടിയുണ്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ആ. അതുകൊണ്ട് ഇവിടെ നിൽക്കണ്ട. അപ്പൊക്കെയോ പോ. ശരി. നാളെ വന്നാ മതി കേട്ടോ. ആ, എന്റെ നിനക്കൊരു ദൈവമേ, നാശ തോറ്റ്. എല്ലാ വീട്ടിലും പട്ടിയുണ്ട്, സൂക്ഷിക്കാന്ന് വിളിക്കും. എന്നിട്ട് പട്ടി ഉണ്ടാവുകയില്ല, മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി. അയ്യോ അയ്യോ അമ്മ
അമ്മോ അമ്മ അമ്മ അയ്യോ അയ്യോ പട്ടി അയ്യോ പട്ടി പിടിച്ചേ അയ്യോ പട്ടി പിടിച്ചേ പട്ടി അടിച്ചേ അയ്യാ പട്ടി പിടിച്ചയ്യാ അല്ല അയ്യാ இந்த വീട്ടിലെ പട്ടിയെ കടിച്ചയ്യാ இந்த വീട്ടിലെ പട്ടി കടിച്ചയ്യാ പട്ടിക്കുള്ളിൽ കൈയിടും പിന്നെ പട്ടി അടിക്കില്ലേ അയ്യാ കാപ്പാത്തുங்க അയ്യാ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ പട്ടിയുണ്ട് സൂക്ഷിക്കുക അയ്യോ ഞാൻ വെറുതെ എഴുതി വെച്ചാന്ന് കരുതി അയ്യാ എന്താ പകല എന്താ ഞങ്ങൾ കുറെ ആൾക്കാരായി അയലോക്ക് താമസിക്കണല്ലേ ഇയാൾ ഇവിടെ ഒച്ചമുണ്ടായിരുന്നു ഞങ്ങൾക്ക് അവിടെ താമസിക്കണോ ഒന്നുമില്ലല്ലോ പ്രശ്നം ഇങ്ങോട്ട് മാറി ചോദിക്കട്ടെ എടോ എന്താ ഇവിടെ പ്രശ്നം എന്താ പട്ടി കടിച്ചയ്യാ പട്ടി അടിച്ചെങ്കിൽ പിന്നെ ഓടിട്ട് പണിയൊക്കെ തീർക്കാൻ പാടില്ലേ അതല്ലേ എന്റെ വീട്ടിലെ പട്ടി പിടിച്ച് കടിച്ചയ്യാ അയ്യാ തന്റെ പട്ടി അവനെ കടിച്ചിട്ട് താൻ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കണ ആട്ടെ പട്ടിക്ക് ഇഞ്ചക്ഷൻ എടുത്തതാണ് ഇല്ലല്ലേ അപ്പൊ സംഭവം പടിപാളി നാളെ എത്തുമോ അയ്യോ അയ്യാ ചത്തുപോയി ചത്തുപോയി പ്രശ്നം ഇത് വലിയ വിഷയം എന്തെങ്കിലും ഒരു കോംപ്രമൈസ് എന്ത് കോംപ്രമൈസ് പട്ടി കടിച്ചവനോട്ട് എന്ത് കോംപ്രമൈസ് ഇത് ഭയങ്കര പ്രശ്നം ഇതൊക്കെ അറിഞ്ഞ് നാളെ എപ്പോഴാ തട്ടിപ്പോണെന്ന് പറയാൻ പറ്റില്ല അങ്ങോട്ട് വിട്ടാലോ അവനെ വിട്ടാലോ അവനെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ചോദിക്കും ഇത് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലെ പട്ടി കടിച്ചെന്ന് പറയും പിന്നെ ചാനലുകാർ വരും ആശുപത്രി ഹോസ്പിറ്റലിൽ ആകെ മൊത്തം പുലിവാലാകും ഇതിനെന്തെങ്കിലും പരിഹാരം കണ്ടിട്ട് ഇവന് വിടാൻ പറ്റുള്ളൂ അയ്യാ അന്ന സാർ പറഞ്ഞ ന്യായം എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ഒരു കോംപ്രമൈസ് ഇല്ല ഞങ്ങൾ രാവിലെ ഇതിൽ ഓടാൻ പോയപ്പോ ഈ ബെർമുഡയിട്ട് ഓടിയപ്പോ താങ്കളല്ലേ പറഞ്ഞത് ഇവിടെ പെണ്ണുങ്ങളെ കണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ അപമാനിച്ചു വിട്ടില്ലേ ഇനി മറുപടി ഇട്ടോ കുഴപ്പമില്ല ചേച്ചി ഓടുന്ന കൂട്ടത്തിൽ ഞങ്ങൾ ഓടും ചേച്ചി വൈഫ് ഓടിക്കോ പക്ഷെ ചാടാതിരുന്നാ മതി കോംപ്രമൈസ് ചെയ്യാല്ലേ അപ്പൊ കോംപ്രമൈസ് ചെയ്യാം പക്ഷെ ഇവൻ നമ്മൾ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാലേ എന്നാൽ പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും ഇവൻ ഇവിടെ നിർത്തിയാൽ മതി ഈ മുറിവൊക്കെ കരിയണവരെ ഇവിടെ നിർത്തിയാൽ മതി ഇവിടെ നിർത്തണം ഇവിടെ നിർത്താൻ പറ്റില്ല അത് ശരിയാവില്ല വേണമെങ്കിൽ നിന്നെ വീട്ടിൽ നിർത്തിക്കോ എന്റെ പട്ടിയല്ലല്ലോ കടിച്ചത് നീ പട്ടിനെ വേണമെങ്കിൽ നീ കുടിക്കോ ഇതന്നെ ഈ പറയണത് കോംപ്രമൈസ് ഒരു കാര്യം എന്തായാലും നമ്മളിവിടെ ഓടാന്ന് സമ്മതിച്ചു പോയി അതെ പുള്ളിയുടെ പെണ്ണുപിള്ള ഓടാൻ സമ്മതിച്ചു കോംപ്രമൈസ് ചെയ്തേക്കാം ഇപ്പൊ ഞാൻ ആലോചിച്ചിട്ട് ഇതെങ്ങനെ ഇപ്പോൾ മാർക്കെന്ന് ആലോചിക്കട്ടെ അല്ല നാളെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് അപ്പൊ ഇവൻ ആരാന്ന് പറഞ്ഞിട്ട് നിർത്താം അതല്ലേ പ്രശ്നം ഇവൻ ആരാന്ന് പറഞ്ഞ് നിർത്തണം അതാണ് താങ്കളുടെ പ്രശ്നം ഒരു കാര്യം ഐഡിയ ഉണ്ട് ഇവിടെ ഇതൊക്കെയല്ലേ ഐഡിയ കാണാം തങ്ങളുടെ അച്ഛനാന്ന് പറഞ്ഞാൽ മതി ഇത് എന്റെ അച്ഛൻ ഇങ്ങനെയല്ല നിന്റെ അച്ഛനാന്ന് പറയാം എന്റെ അച്ഛനാന്ന് പറയണ്ട അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഇവന്റെ അച്ഛനാന്ന് പറയാം അത് വേണ്ട എനിക്ക് അച്ഛന്മാര് കൂടുതലാണ് അയ്യാ ആകെ ഞാനുള്ളൂ എനിക്ക് അതിനുള്ള ആവതില്ല അയ്യാ അയ്യാ പിന്നെ എന്ത് ചെയ്യും ഒരു കാര്യം ചെയ്താലാ ഇത് വകയിൽ അമ്മാവനാന്ന് പറഞ്ഞാലാ സാധനത്തിന്റെ ഈ വകയിലാണോ ഒരു അമ്മാവെന്ന് പറയുന്നത് പറ്റുമോ പറ്റും സാറേ നാളെ ഇവിടെ ഫംഗ്ഷൻ നടക്കുമല്ലോ ആ സമയത്ത് പിന്നെ കുളിച്ച് കുട്ടപ്പനാക്കി കോട്ട് സൂട്ടൊക്കെ ഇടിച്ചങ്ങ് നിർത്തിയാ പോരെ ഐഡിയ പേടിക്കണ്ട ധൈര്യമായിട്ട് നിന്നോ ഞങ്ങളില്ലേ ഇവിടെ എന്താ പേര് ഞാൻ ഭാഷ നീന്തായ് നീന്താൻ അപ്പുറത്തൊരു കുളമുണ്ട് കുളിച്ചിട്ട് വാ അയ്യാ എടി എല്ലാം ഓക്കെ അല്ലേ ഓക്കെയാണ് ആ ഭക്ഷണമൊക്കെ എടുത്തു വെച്ചോളൂ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അയ്യാ അയ്യാ അയ്യോ അയ്യോ എടാ അയ്യാ എടാ നീ എന്റെ മാമനാണ് അയ്യാ അയ്യാന്ന് വിളി നിർത്തേ എന്നയ്യാ അയ്യാന്നൊന്നും പറയണ്ട എന്റെ മാമൻ മനസ്സിലായോ മാമൻ, മനസ്സിലായല്ല അയ്യ. അപ്പൊ കുറെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഓഫീസിൽ നിന്ന് DMO പിന്നെ ആരൊക്കെയാ ഇതൊക്കെ ഇപ്പൊ ഇംഗ്ലീഷ് പറഞ്ഞ് എനിക്ക് തെരിയാതയ്യാ അറിയില്ലേ അറിയില്ല ഓഫീസ് എന്ന് പറഞ്ഞ കൊണസാണ്ടന്മാർ വരുന്നുണ്ട് ഓ കൊടുസാണ്ടന്മാര് അവര് അങ്ങനെ അപ്പടി പറയ് അവര് വരുമ്പോ നീ ഒന്നും പറയാൻ നിൽക്കണ്ട യാ 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 അയ്യാന്നല്ല യാ 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 അത് മാത്രം പറഞ്ഞു യാ കേട്ടാ ഹലോ മിസ്റ്റർ ടോമി വെൽക്കം വെൽക്കം ഞങ്ങൾ വരാൻ ലേറ്റ് കാര്യങ്ങളൊക്കെ പങ്കിട്ട് യാ 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 സുന്ദരനായാലും അടിപൊളിയായിട്ടല്ലോ യാ ഇതാണോ പറഞ്ഞ ഇവിടെ നിർത്താൻ കൊള്ളിയെന്ന് ഇവരെ കൊണ്ട് ആകെ പ്രശ്നമാകുമെന്ന് എനിക്ക് പേടി എംഡി വരുന്നുണ്ട് ഡീൽ ചെയ്തോ ഞങ്ങൾ പിന്നെ ഡീൽ ചെയ്തോ ഹലോ സാർ നമസ്കാരം സാർ നമസ്കാരം എന്തെങ്കിലും ടോമി കൺഗ്രാറ്റുലേഷൻസ് താങ്ക് യു നമസ്കാരം സാർ നമസ്കാരം വധയല്ലേ അതെ വരുന്ന വഴിയാണ് പിന്നെ എന്നൊക്കെ വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കണോ കോട്ടൊക്കെ സ്വന്തമാണോ യാ 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 ഓക്കെ താങ്ക് യു പരിചയപ്പെടുത്താം ഇത് ഫെർണാണ്ടസ് യാ യാ ഐ ആം ജോസഫ് യാ 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 ഇത് മാമൻ മാമൻ യാ 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 മാമൻ വരൂ യാ യാ
പരിചയപ്പെട്ടോളൂ പരിചയപ്പെട്ടോളൂ കണ്ണു കാണുന്നില്ലേ? സാറാണ് സാറാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓഫീസിലെ സെന്റർ സാർ അപ്പോ നമുക്ക് പുള്ളിക്ക് വരാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടോ? കുഴപ്പമൊന്നുമില്ല നമുക്ക് തുടങ്ങാം. നമുക്ക് വലിച്ചു കിട്ടാണ്ട് അങ്ങ് കാര്യങ്ങൾ അടുപ്പിച്ചാലോ? എന്നാ പിന്നെ അതിന് സെറ്റപ്പ് ചെയ്തു. ഭക്ഷണം കഴിക്കാം. അപ്പൊ അതിനു മുമ്പ് ഒന്ന് പറഞ്ഞോട്ടെ, കാര്യങ്ങൾ പറയാലോ, അറിയില്ലല്ലോ കാര്യങ്ങളൊക്കെ. അപ്പോൾ 3ാമത്തെ വർഷവും നമ്മൾ ടോമിച്ചൻ കോടിപതിയായിരിക്കുകയാണ്. ടോമിച്ചന്റെ വളരെ ഹാർഡ് വർക്ക്, ആ ഹാർഡ് വർക്കാണ്. എന്റെ മാത്രല്ല സാറിന്റെ ഒരു അനുഗ്രഹം. ഓക്കെ, അപ്പൊ മറ്റുള്ള കാര്യങ്ങൾ കിടക്കാം. അതെ, നമുക്ക് ഭക്ഷണം കഴിച്ചാലോ? ഭക്ഷണം കഴിച്ചാലോ? ആയിക്കോട്ടെ. അയ്യോ, ഇതന്നെ ഏർപ്പാടാ. അകത്തിരിക്കാം, അടിക്കല്ലോ. ഞങ്ങൾ ഇവിടെ വന്നിട്ട് കോളേജിലാക്കും ദിവസമായിട്ട്. പേടിക്കണ്ട, നിങ്ങൾ ടോമിയുടെ കീഴിൽ നിങ്ങൾ ചേരണം. നിങ്ങൾക്ക് കൊടിപതിയാവാനുള്ള ഒരു അവസരമുണ്ട്. നമുക്ക് ഇങ്ങനെ ചെയ്യാം. ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇവിടുത്തെ അടുത്ത താമസം കൊണ്ട് നമ്മളിവിടെ സഹകരിച്ചില്ലെങ്കിൽ അതൊരു വിഷയം. നമ്മളായിട്ടൊരു വിഷയം ഉണ്ടാക്കരുത്. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് വിഷയം കുടിക്കും, ഇല്ലെങ്കിൽ തണുത്തു. ഓക്കെ ഓക്കെ. ആ ശരി ശരി ശരി. നാളെ കാലത്ത് കാണാം. ഓക്കെ ഓക്കെ. എനിക്കൊരു സത്യം പറയണം. എനിക്കൊരു സത്യം പറയണം. എന്ത് സത്യം? ടോമി, അമ്മാവൻ എന്തോ സത്യം പറയണ്ട. വാ അമ്മാവ, വാ. അടിച്ച് എത്ര ഇയാളെ അറിയാം. എന്നെ അറിയില്ലേ? സാറിനെ അറിയാം. ആരാ? പറ്റില്ലേ? അമ്മാവനെന്ത് സത്യം പറയാണ്? പറ. ഞാൻ പിച്ചക്കാരനാ. ടോമി പിച്ചക്കാരൻ അല്ല, പീച്ചിക്കാരനാണ്. തൃശ്ശൂർ ജില്ല പീച്ചിയിലാണ് വീട്. സത്യം പറയണ. പറ. എനിക്ക് പുള്ളിയുടെ മാമനല്ല. ടോമി മാമനല്ല. മാമനല്ല, അച്ഛനെ പോലെയാണ് ഞാൻ കാണുന്നത്. മാമനാണ്. അച്ഛനെ പോലെ സത്യം പറയണ. എന്ത് സത്യം പറയാനുള്ളത്? കാലത്ത് എണീറ്റിട്ട് തെരുവിക്കോണം നടക്കും, എന്നിട്ട് ഓരോ വീട്ടിൽ കയറി തെണ്ടും. പളനിയിലൊക്കെ പോവാറുണ്ട് മാമേ, അതുകൊണ്ടാ. ഓരോ വീട്ടിൽ തെണ്ടി നടന്ന് പള്ളിക്ക്. ഒരു കാര്യം പറയട്ടെ, വിഷുവൊക്കെ കാര്യം കുഴപ്പമില്ല. ഞാൻ എനിക്ക് എന്തോ ചെറിയൊരു പ്രശ്നം, അടിച്ചതിന് പട്ടി, നിന്റെ പട്ടിയും പിടിച്ചെന്നെ കടിച്ച് നീ എന്നെ അടിക്കുകയും ചെയ്തല്ലടാ. ശപിക്കരുത്. നിന്റെ അഭിനന്ദിക്കാൻ വേണ്ടി വന്നാ നിന്നെ ഞാൻ. നിന്റെ നാട്ടുകാർ തല്ലി, നിന്റെ ഈ പീച്ചുകാരൻ അമ്മാവൻ എന്നെ തല്ലി, അവസാനം നീ എന്നെ തല്ലാൻ വന്നു. ടോമി, യു ആർ ഡിസ്മിസ്ഡ്. അയ്യോ സമാധാനായില്ലേ? എല്ലാം നശിപ്പിച്ചപ്പോ സമാധാനായില്ലേ? ഒന്നുകൂടെ പോയി തരുമോ? നിന്റെ 1 മാസത്തെ ചെലവിന്റെ പൈസ എല്ലാം ഉണ്ട്. ഇവിടുന്ന് ഒന്ന് വിട്ടു പോയി തരണം. ഒന്നും വേണ്ട, പോയിക്കോ.
ஐயா ஐயா ഇവിടെ പിച്ചൊന്നും ഇല്ല, പോയിക്കോ പോയിക്കോ. ஐயோ ஐயா நான் பிச்சைக்காரன் பிச்சைக்கு வந்ததல்லே പിന്നെ പിന്നെ இந்த ஏரியாலி டோமி എന്ന് പറഞ്ഞൊരു പട്ടി இருக்கா ആ പട്ടിക്ക് ടോമി എന്ന് പറഞ്ഞൊരു ഓണർ இருக்கா அந்த ആള് ഇങ്ങേ ആ ടോമി എന്ന് പറഞ്ഞ പട്ടിയുടെ ഓണറായ പട്ടിയാണ് ഞാൻ. പിന്നെ ആ പട്ടിയുടെ വായിൽ കൈയിട്ട് കഴിഞ്ഞാൽ അത് കടിക്കും. അപ്പൊ അന്ത പക്കത്തുനിന്ന് രണ്ടാൾക്കാർ വന്ന് അത് കോംപ്രമൈസ് പണ്ണും. പിന്നെ സാറിന്റെ ഓഫീസിൽ നിന്ന് പോലെ കൊണസാണ്ടർമാരൊക്കെ വന്നൊരു ഫംഗ്ഷൻ നടത്തും. അത് നാ തണ്ണി അടിച്ച് അളമ്പാക്കുമ്പോ സാറിനിക്ക് കൈ നിറച്ച് പൈസ തന്ന് പറഞ്ഞു വിടും. ആ പട്ടി അങ്ങേ പട്ടി വേണമാ, അതാ വന്നതല്ലേ മോനെ. ആ പട്ടിയും കൂടൊടക്കം ഞാൻ ഇംഗ്ലീഷ് മീഡിയം ആൾക്കാർക്ക് വിറ്റു. ഇനി വേണമെങ്കിൽ നീ അവിടെ പോയിട്ട് കൈയിട്ടോ. അല്ല, നിനക്ക് ആരാ ഇത് പറഞ്ഞു തന്നത്? நான் தான் சொன்னேன். அப்பா வாங்கப்பா வாங்க. ஐயா, அது நான் தான் சொன்னேன். എനിക്ക് അന്ന് തന്നില്ലയാ, അതേപോലെ തന്നെ ഇവർക്കും കൊടുക്കുങ്കോ. കൊടുക്കണമാ, കൊടുത്തേക്കാം. അയ്യ